പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഇന്ന് ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാനിന്ന് കണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ സ്വന്തമായിട്ടുള്ള പേഴ്സണലായിട്ട് അഭിപ്രായം, എല്ലാവർക്കും അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു. അപ്പം അങ്ങേര് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. വളരെയധികം ദുഃഖം തോന്നി. അങ്ങേര് ഈ നരേന്ദ്രമോദിനെ അല്ലെ BJP-ക്കാരെ പോലെ കേരളത്തിൽ വന്നിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും സാഹചര്യത്തിലും കൂടെ ഈ ജാതി മതമൊക്കെ മാറ്റിവെട്ടി ജീവിക്കുന്ന ജനങ്ങളിലേക്ക് ഈ ശബരിമല പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അത് ശരിയായിട്ടുമില്ല. 2021 ഇലക്ഷനിലും ഈ പറയണ പോലെ ശബരിമല സ്ത്രീപ്രവേശനമൊക്കെ ആയിട്ട് വന്ന് ഈ ശബരിമല എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ്സുകാരും BJP-ക്കാരും കിടന്ന് കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞത് ഇദ്ദേഹം മറന്നുപോയോന്നറിയില്ല. കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊന്നും ബാധിക്കത്തില്ല. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുള്ള ജനങ്ങളാണ്, വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ്, നല്ല രാഷ്ട്രീയമുള്ള ജനങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ അമ്പലങ്ങളും പള്ളികളും മോസ്കുകളൊക്കെ ഉണ്ടായ കാലം മുതൽ ഈ അമ്പലം വിഴുങ്ങികളും പള്ളി വിഴുങ്ങികളും മോസ്ക് വിഴുങ്ങികളൊക്കെ ഉണ്ട്. അമ്പലം വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞ ഒരു ടേംസ് ഞാനൊക്കെ ചെറുപ്പത്തിലേ മുതൽ കേട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രാജാക്കന്മാർ ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഈ അമ്പലം വിഴുങ്ങികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡും കാര്യങ്ങളൊക്കെ. ഒരു പരിധി വരെയൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ അതിനൊക്കെ നിയന്ത്രണമൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവും. അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, കേരള സംസ്ഥാനം ഉണ്ടായി. പിന്നീടത് കേരള സർക്കാരിൻ്റെ അണ്ടറിലായി. ശബരിമല ദേവസ്വം ബോർഡായാലും ഏത് ദേവസ്വം ബോർഡായാലും അത് ഇൻഡിപെൻഡൻ്റ് അതോറിറ്റിയാണ്. അവരെ കൺട്രോൾ ചെയ്യുന്നത് കേരള ഹൈക്കോടതിയാണ്. പ്രത്യേകിച്ച് എലക്ട് ചെയ്യപ്പെടുന്ന ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് അതിനകത്തൊരു റോളുമില്ല. ആകെയുള്ള ഒരു റോളെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരെല്ലാവരും കൂടിയാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡുകളിലേക്ക് 3 പേരെ നിശ്ചയിക്കുന്നത്. ദേവസ്വം പ്രസിഡൻറ്റും പിന്നെ 2 അംഗങ്ങൾ. നാച്ചുറലായിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള MLA-മാർ ആർക്കാണ്, ഏത് പാർട്ടിക്കുള്ളത്, അവരുടെ പാർട്ടിയിലുള്ള അവർ നിയോഗിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പേഴ്സും പ്രസിഡൻ്റൊക്കെ ആവും. ഭൂരിപക്ഷം കുറവാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം പ്രതിപക്ഷത്തുനിന്നുള്ള ഒരാളും ചിലപ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും. അതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ഈ കളവൊക്കെ ഈ കേരളം ഉണ്ടായ അന്ന് മുതൽ, അതായത് ഭരിക്കുന്ന ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ടൈം മുതലേ കളവൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള കളവുകളും അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും കാര്യം ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ തന്ത്രിയുണ്ട്. അദ്ദേഹം അറിയാതെ അവിടെ ഒരു കല്ലിൻ്റെ കഷ്ണം പോലും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അവിടെ കള്ളത്തരമൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചെയ്തു പോരുന്നുണ്ട്, കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണക്കള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയണ കട്ടകാള് ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം അവിടെ കടന്നുകൂടുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. അന്ന് കട്ടിട്ടുണ്ടാവില്ല, എന്തായാലും പിടിക്കപ്പെട്ടിട്ടില്ല. പിടിക്കപ്പെട്ടത് LDF-ൻ്റെ കാലത്താണ്. അത് ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തി കുറ്റക്കാരായ ഏകദേശം എല്ലാവരും തന്നെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. നാച്ചുറലായിട്ട് കോൺഗ്രസ്സുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവരെയും പിടിച്ചിട്ട് അകത്തിടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ്സുകാരെ പിടിച്ച് അകത്തിടണമെന്ന് ആഗ്രഹം ഉണ്ടാവും.
BJP-നെ പിടിച്ചകത്തിടണമെന്നുണ്ടാവും, BJP-ക്കാർക്ക് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും എല്ലാവരെയും പിടിച്ചകത്തിടണമെന്നുണ്ടാവും. അതൊക്കെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ്. അതിൻ്റെ കെയർ ഓഫിൽ കുറേ രാഷ്ട്രീയം കളിക്കുക, കുറേ വോട്ട് കിട്ടാം. ശബരിമല അയ്യപ്പൻ്റെ പേരാകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു ജാതി മതമൊക്കെ വരും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവിടെ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കളവ് നടന്നേക്കാൾ ആൾക്കാർക്കൊക്കെ കേരളം ആയതുകൊണ്ട് മാത്രം ഉറപ്പായിട്ടും എല്ലാവർക്കും ശിക്ഷ കിട്ടും. അത് ഏത് പാർട്ടിയിലെ എത്ര വലിയവനാണെങ്കിലും ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈക്കോടതിനെയും അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നല്ല വിശ്വാസമുണ്ട്. അതിൻ്റെ SIT ലീഡ് ചെയ്യണത് CBIയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അപ്പം അതൊക്കെ രാഷ്ട്രീയ ആയുധമായിട്ടൊക്കെ രാഹുൽ ഗാന്ധിനെ പോലെയുള്ള ആൾക്കാർ ഈ കേരളത്തിൻ്റെ ജനങ്ങളിലോട്ട് ശരിക്കും പറഞ്ഞിട്ട് BJP ചെയ്യുന്ന പോലെ ജാതി മതം കുത്തിക്കയറ്റണതാണ്. അത് മോശമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കൂടുതലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ തിരിച്ചു ചോദിക്കും. നിങ്ങൾ ഒരു വിരൽ ചൂണ്ടി ഒരു കാര്യം ചോദിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ പറയണ അവിടെ നിന്ന് കള്ളത്തരം ചെയ്തവരും ഈ സ്വർണം കട്ട ആൾക്കാർ, പിന്നെ സ്വർണം വാങ്ങിയ ആൾക്കാർ, കട്ട മുതൽ വാങ്ങിയ ആൾ, പിന്നെ അവർക്ക് കൂട്ടുനിന്ന ആൾക്കാർ എല്ലാം കൂടി രാഹുൽ ഗാന്ധിയുടെ സ്വന്തം അമ്മ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി അവർക്ക് പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ നിങ്ങളോട് ഇത് ചോദിക്കണത്, എല്ലാവരും ചോദിക്കണം, ഈ ശബരിമലയിലെ കട്ട സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിട്ട് സോണിയാഗാന്ധിക്ക് തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ? കേരളത്തിലെ ഒരു ജനങ്ങളും, ഞാൻ ഉൾപ്പെടെ ഒരാളും ഈ പറയണ ശബരിമലയിലെ സ്വർണം കട്ടതിന് എന്തെങ്കിലും രീതിയിൽ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് ഞങ്ങളും ആരും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ഒരു ജനങ്ങളും വിശ്വസിക്കുന്നില്ല. ആ കളവ് നടത്തിയതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക്, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, BJP-ക്കായിട്ടോ, പാർട്ടികൾക്കൊന്നും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാർ അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അവർ ഉറപ്പായിട്ട് അകത്ത് കിടക്കണം. രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ പോക്കൃത്തരം ചെയ്ത് താങ്കൾക്കറിയില്ലേ? താങ്കളുടെ പാർട്ടിയുടെ ഒരു MLA ആണ്, അയാളെ പിടിച്ച് പുറത്താക്കിയില്ലേ നിങ്ങൾ? അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ പാലക്കാടുള്ള ഒരു കൗൺസിലർ, കോൺഗ്രസ് പാർട്ടിക്കാരൻ, ആ സെയിം കൃത്യം പിന്നെയും ചെയ്തു, അയാളെ പിടിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അങ്ങനെ ഏത് പാർട്ടി ആയാലും വന്നവരെല്ലാവരും നല്ലവരായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടെന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട ചിന്താഗതികളുണ്ടെന്ന നമുക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പുറത്താക്കുക, അത്ര തന്നെ. രാഹുൽ മാങ്കൂട്ടം ചെയ്ത ഒരൊറ്റ കാര്യം കൊണ്ട് ഈ കേരളത്തിലോ രാജ്യത്തോ ഉള്ള എല്ലാ കോൺഗ്രസ്സുകാരും അങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? അത്രേ ഉള്ളൂ. അതാണെങ്കിൽ ഈ പറയണ പോലെ ശബരിമല പോലെയായിട്ട് ഒരു സംഭവമായിട്ട് എല്ലാവരും, കേരളത്തിലെ എല്ലാവരും ജാതിമത ഭേദമന്യേ പോകുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും പോകാറുണ്ട്. സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കേരളത്തിൽ രാജ്യത്തിന് കാണിക്കാവുന്ന. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് രാഷ്ട്രീയം കയറ്റരുതെന്ന് രാഹുലിനോട് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കണേന്ന്. അങ്ങേരിക്ക് മലയാളം അറിയില്ലെങ്കിൽ അതറിയാവുന്ന ആരെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുക. നിങ്ങൾ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിനെക്കുറിച്ചും ജനങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും നിങ്ങൾ വോട്ട് ചോദിക്കുക. സന്തോഷത്തോടെ വോട്ട് ചെയ്യും. ഇപ്പോൾ ഇടതുപക്ഷം 10 വർഷമായിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. അതിനേക്കാളും ബെറ്ററായിട്ട്, അതിനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് നിങ്ങൾ വോട്ട് ചോദിക്കുക. ഉറപ്പായിട്ട് വോട്ട് തരും. പിന്നെ പറയണ കാര്യം, കേരളത്തിലെ ജനങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും കയറി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കില്ല. നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് തിരിച്ചറിയാനുള്ള യുക്തിയും വിവരവും ബുദ്ധിയൊക്കെ അവർക്കുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾ, രാഷ്ട്രീയം പറഞ്ഞ് ഇലക്ഷന് വോട്ട് പിടിക്കും. കേരളത്തിലെ ജനങ്ങൾ ഉറപ്പായിട്ട് വോട്ട് തരും. പക്ഷേ ഈ ജാതി മതവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരല്ലേ. പിന്നെ ഡീലും കീലും ഒക്കെ പറയല്ലേ.
സാധാരണ രീതിയിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പരാജയമോ തോൽവിയൊക്കെ വരുമ്പോഴാണ് അവിടെ തോക്കാൻ കാരണം ഇന്ന ഡീലാണ്, ഇവിടെ തോക്കാൻ കാരണം ഇങ്ങനെ ഡീലാണെന്നൊക്കെ പറയണത്. അല്ലാണ്ട് അതിന് മുമ്പേ പറയത്തില്ല. ഇവിടെ ഡീലൊക്കെ പലതും നടന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും BJP ഒക്കെ ഒരുമിച്ച് മഹാനായ EMSനെതിരെയും KKGക്കെതിരെയൊക്കെ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. അത് ഓപ്പണായിട്ട്, അത് ഡീലൊന്നുമല്ല, പബ്ലിക്കായിട്ട്. EMSനെയും തോൽപ്പിക്കാൻ പറ്റിയില്ല, AKGനെയും തോൽപ്പിക്കാൻ പറ്റിയില്ല. അത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിവ് കൊണ്ടാണെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അതുപോലെയുള്ള സഖ്യങ്ങളെ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ എന്ത് ഡീല് കാണിച്ചാലും, അത് ഏത് പാർട്ടി ഡീല് കാണിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങളത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് രാജ്യത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളെ കാണുന്ന പോലെ കേരളത്തിലെ ജനങ്ങളെ ചെറുതായി കാണരുത്. കേരളത്തിലെ കോൺഗ്രസിലെ പാർട്ടിക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം അതാണ്. ആ പാർട്ടിയിലുള്ള എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കണത്. കേരളത്തിലുള്ള ജനങ്ങളൊക്കെ വിഡ്ഢികളാണ്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റപ്പോൾ പറഞ്ഞ് കിറ്റ് കൊടുത്തിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അതായത് ജനങ്ങളെ വെറുതെ എന്താ പറയുക, ഇടിച്ചു താഴ്ത്തണ പോലെയാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഈ പറയണ ഭക്ഷണ കിറ്റ് കോവിഡിന് തന്നതിൻ്റെ കാരണം കൊണ്ടാണ് വോട്ട് ചെയ്തത്. അതായത് കേരളത്തിലെ ജനങ്ങളെ അത്രയും തരം താഴ്ത്തി കാണിക്കണേ. ജനങ്ങൾ അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യും. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ നല്ല കാര്യങ്ങൾ പറ, നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറ, ഉറപ്പായിട്ട് വോട്ട് ചെയ്യും. ഡീലും ഇതുപോലെയുള്ള ആരോപണങ്ങളെന്നൊക്കെ പറഞ്ഞാൽ തോൽവി മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസായിട്ട് ഒരു എക്സ്ക്യൂസ് പറയണ പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുള്ളൂ. കേരളത്തിലുള്ള ഒരുവിധമുള്ള മാധ്യമങ്ങളെല്ലാം കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നല്ല കാര്യങ്ങളും കൂടി പറഞ്ഞാൽ വോട്ട് ചെയ്യും ജനങ്ങൾ. പക്ഷേ വിശ്വാസമുള്ള നടപ്പാക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും കൂടി തോന്നുന്ന കാര്യങ്ങൾ പറയണം. ദയവ് ചെയ്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വർഗീയതയും ജാതിമതവും കൊണ്ടുവരുന്നു ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കണേണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് വരെ എതിരെ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്ത് ഡൽഹി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് BJPക്ക് അടിയറവ് വെച്ച്. അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ നടത്തരുത്. ഇവിടെ ഉള്ള കേരളത്തിലെ ജനങ്ങൾക്ക് BJPയിൽ ഒരു MP പോലും അല്ല ഒരു MLA പോലും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുക, ഇവിടെ ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാലും വലതുപക്ഷം ഭരിച്ചാലും UDF ഭരിച്ചാലും LDF ഭരിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രശ്നമില്ല. അതിൻ്റെ ഇടയിലോട്ട് നിങ്ങൾ കിടന്ന് ഈ തമ്മിലടിയും ഇതുപോലെയുള്ള ജാതിയും മതവും വർഗീയതയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോണത് സംഘപരിവാറിനാണ്, RSSനാണ്, BJPക്കാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല. അതിന് എന്തെങ്കിലും സാധ്യത കണ്ടു കഴിഞ്ഞാൽ അവരെതിരായിട്ട് പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കത്തില്ല. പക്ഷെ അവർ വോട്ട് ചെയ്ത് അത് പ്രകടിപ്പിക്കും. അത്ര മാത്രം പറയുന്നു. നല്ല നമസ്കാരം.